എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം PR മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച സംഗം സംഗമം ത്രിവേണി സംഗമം എന്ന ഗാനത്തിൻ്റെ സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ട് ചരണവുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ ഷഹനായി, രണ്ട് ഷഹനായികൾ തമ്മിലാണ് വായിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നോക്കാം. സഗമപമപ, അത് മോൾ സഗമപമപ, ഇങ്ങനെ മോളിലാണ് വായിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ താഴെ പാടാം. സഗമപമപ ഒരു ഷഹനായി വായിക്കുമ്പോൾ മറ്റേ ഷഹനായി നിസാ നി നിഗാ നി നിസാ നിസാ നി നിഗാ നി നിസാ. അപ്പോൾ സഗമപമപ നിസാ നി നിഗാ നി നിസാ സഗമപമപ നിസാ നി നിഗാ നി നിസാ. കൂടുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ വരും. അടുത്ത ഷണായി പ മ പ ഗ മ പനി പനി, പ മ പ ഗ മ പനി പനി. അപ്പോ അങ്ങനെ വരും. അപ്പൊ അടുത്ത ഷണായി സ ഗ മ പ മ ഗ പ മ ഗ മ പ ഗ മ പ മ ഗ സ ഗ മ പ മ ഗ മ പ ഗ മ പ മ ഗ. അപ്പോ സ ഗ മ പ മ ഗ മ പ ഗ മ പ മ ഗ. അപ്പൊ മറ്റേഷനായി മഗ സഗ മ ഗ മ. അവിടെ പ്രതിമധ്യമാണ് കേൾക്കുന്നത്. വലിയ മഗ സഗ മ ഗ മ. ആദ്യം പ്രതിമധ്യമം മഗ സഗ മ ഗ മ. അപ്പൊ അത്ര വരെ ഞാൻ വായിക്കാം. പിന്നെ മറ്റേ ഷണായി സഗ ദസ സഗ ദസ ദസ. ഈ ഹോളുണ്ടെങ്കിൽ നമുക്ക് ദസ ദസ വായിക്കാൻ പറ്റും, വായിക്കാൻ പറ്റും. അപ്പൊ ഇതെല്ലാം മോളിൽ തന്നെയാണ്. അടുത്ത ഷണായി ഗസനി സഗ സഗ ഗസനി സഗ സഗ. അടുത്ത ഷണായി നിസ നിസ പനി പനി. നിസ നിസ പനി പനി. പിന്നെ രണ്ട് ഷണായികളും ഒരുമിച്ച് വരും. രണ്ടുപേർക്കും രണ്ട് നോട്ട്സ്, ഒന്നിന് ഒരു മെലഡി, അതിന്റെ പാർട്ട് സെക്കൻഡ് പാർട്ട് മറ്റേ മെലഡി വരും. ഒരു മെലഡി ഒരു ഷണായി പ മ ഗ സ നി ഗ ഗ സ നി ഗ. അത്രയും വരും. എന്നിട്ട് പറയാം പ മ ഗ സ നി ഗ ഗ സ നി ഗ. ഒന്നിട്ട് വായിക്കാം.
ഇതിനോടുകൂടി തന്നെ മറ്റേ ഷണായി ഒരുമിച്ച് സാ നീ പ മ ഗ പ മ ഗ പ സാ നീ പ മ ഗ പ മ ഗ പ. ഒന്നുകൂടി വായിക്കാം. രണ്ടും ചേർത്ത് വരുമ്പോൾ ഹാർമണി എന്ന് പറയും. ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ട് വരുന്നത്. രണ്ട് ഷണായികളും മാറി മാറി വായിക്കും. ഞാൻ പറ്റുന്ന വിധത്തിൽ വായിക്കാം. അവസാനത്തെ മറ്റേ ഷണായി വരും. ഒന്നുകൂടി വേണം വായിക്കാം. മറ്റേ ഷണായി ഇതിൻ്റെ ഇടയിൽ വയലിൻ്റെ ഒരു രണ്ട് ചെറിയ പീസുണ്ട്. അതായത് സഗമ ഗാനി ഗാനി സാ പമ പഗമ പനി സഗമ പമഗമ പഗമ മഗ സഗമ ഗമ ദാന്ന് വയലിൻ വരും. സ സഗാനി സാ ദാ സാ എന്ന് വായിക്കുമ്പോൾ ദാ 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 മാ ദാ ദാ വലിയ ദാ 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 മാ എന്ന് വയലിൻ വരും. പിന്നെ ഗസനി സഗ സഗ പ പ പ ഗ അവിടെ വയലിൻ പ ആ ഗ നിസ നിസ പനി പനി എന്ന് വായിക്കുമ്പോൾ പ ഗ. അപ്പൊ മഗ സഗ മ ഗ മ ദ ദ മ ഗസനി സഗ സഗ പ ഗ അങ്ങനെ വരും വയലിൻ. പിന്നെ ഷണായി രണ്ടും കൂടി ചേർന്ന് വരും. ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ട്. ഇത് നിങ്ങൾക്ക് പരിപൂർണമായിട്ടും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇത് പ്രോഗ്രാമിന് വായിക്കുന്ന കീബോർഡ് വായിക്കുന്ന ആൾക്കാർക്ക് ഷഹനായി ടോണിട്ട് രണ്ട് കീബോർഡിൽ രണ്ടുപേർക്ക് ഒരുമിച്ച് വായിക്കാവുന്നതാണ്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഫ്ലൂട്ടില്ല. ഇനി ഫ്ലൂട്ടിൽ വായിക്കണമെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു മെലഡി കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാം. താഴത്തോ മുകളിലോ എവിടെയെങ്കിലും സെയിം ഫിംഗറിൽ വായിക്കാം. ഇനി ഇതിൻ്റെ ചരണം എന്ന് പറയുമ്പോൾ അനുപല്ലവിയുടെ അതേ സ്വരങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ഹമ്മിങ്ങും ഒരേ ആ സെയിം സ്വരം തന്നെയാണ്. അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ അത് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അനുപല്ലവി ഞാൻ തന്നെ സ്വരങ്ങൾ ചരണത്തിലും വായിക്കാം. ഇവിടെ ഓരോ മാംസപുഷ്പവും ഇതളിട്ടുണരും രാവിൽ, അത് രണ്ടു തവണ വരും. ഇവിടെ ഓരോ മാംസപുഷ്പവും ഇതളിട്ടുണരും രാവിൽ, നഗ്നയാം ഭൂമിയെ തച്ചുടിപ്പിക്കുവാൻ ഉടയാടനെയും നീലാവിൽ, നീയും ഞാനും നമ്മുടെ ദാഹവും കൈമാറാത്ത
ചരണം ഞാൻ വായിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സംഗമം ഒരു തവണ വായിക്കും. ഇതിൻ്റെ സെക്കൻഡ് BG എല്ലാവർക്കും പരിപൂർണമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത് മറ്റുള്ള ഫ്രണ്ട്സിലേക്ക് അയക്കണം എന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ ഫുൾ സോങ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.